പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് പ്രൊപ്പഗാൻഡ വീഡിയോകൾ വരികയാണ്. മുഹമ്മദ് സുബൈർ അതിനെ ഓരോ മണിക്കൂറിലും അല്ലെങ്കിൽ ഓരോ മിനിറ്റിലും അത് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രീനഗറിലെ ഇന്ത്യയുടെ ആർമി ബ്രിഗേഡ് ഹെഡ്ക്വാർട്ടേഴ്സ് ആക്രമിച്ചു, റഫാൽ ജെറ്റ് ഭവൽപൂരിൽ വീഴ്ത്തി തുടങ്ങിയ ക്ലെയിമുകളാണ്. രാവിലെ മുതൽ തന്നെ അത്തരം ക്ലെയിമുകളൊക്കെ പാകിസ്ഥാന്റെ ഭാഗത്ത് നമ്മൾ അറ്റാക്ക് ചെയ്തപ്പോൾ അവർ തിരിച്ച് ആക്രമിച്ചു, നമ്മുടെ വിമാനങ്ങളെ തകർത്ത് കളഞ്ഞു എന്നൊക്കെയാണ്. ആ നിമിഷം തന്നെ അതൊക്കെ വെറുതെയാണ്. പാകിസ്ഥാൻ നേരത്തെ നടത്തിയ പ്രസ്താവന യുദ്ധം പോലെ തന്നെയാണ് എന്നത് ലോകത്തിന് മനസ്സിലായതുമാണ്. അല്പം മുമ്പ് ചൈനയുടെയും ജപ്പാന്റെയും കൂടി പ്രതികരണം വന്നിട്ടുണ്ട്. ചൈന പതിവുപോലെ പാക് അനുകൂല നിലപാട് എന്ന നിലയിൽ തന്നെയാണ് ആ പ്രസ്താവന വരുന്നത്. ഇന്ത്യയുടെ നീക്കം അത് ആശങ്കാജനകം, ഖേദകരം എന്നതാണ്. പ്രശ്നം രമ്യമായി തീർക്കണം എന്ന പൊതു നിലപാട് എന്ന തരത്തിൽ വിശദീകരിച്ചുകൊണ്ട്, എന്നാൽ ഇന്ത്യക്ക് അനുകൂലമല്ല എന്ന നിലപാട് ചൈന വ്യക്തമാക്കുന്നു. ജപ്പാൻ ഇതൊരു തുറന്ന യുദ്ധത്തിലേക്ക് പോകുമോ എന്ന ആശങ്ക രേഖപ്പെടുന്നു. പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കാനുള്ള ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ജപ്പാന്റെ നിലപാട്. അതേസമയം തന്നെ ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകും, ഇന്ത്യ തിരിച്ചടിക്കും ഭീകരർക്കെതിരെ എന്നത് അറിയാമായിരുന്നു എന്നതാണ് ഈ ഓപ്പറേഷൻ എന്ന അല്പസമയത്തിനകം തന്നെ അമേരിക്കൻ പ്രസിഡന്റ് പ്രതികരണം ഉൾപ്പെടെ വന്നത്. ചൈനയുടെ പ്രതികരണം സ്വാഭാവികമായും പ്രതീക്ഷിക്കുന്ന പ്രതികരണം തന്നെയാണ്. പാകിസ്ഥാന്റെ രക്ഷകർതൃത്വ രാജ്യമാണ് ചൈന. പക്ഷേ അപ്പോൾ തന്നെയും ഇന്ത്യയുടെ ആക്രമണം പശ്ചാത്താപജനകമാണ് എന്ന കാര്യത്തിനപ്പുറത്ത് കടുത്ത ഭാഷ ചൈനയുടെ വാർത്താക്കുറിപ്പിൽ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപലപിക്കുന്നു എന്നുള്ളതിനപ്പുറത്ത് ഏതെങ്കിലും തരത്തിൽ പാകിസ്ഥാനൊപ്പം നിൽക്കുക എന്ന സമീപനം ചൈന സ്വീകരിക്കില്ല. കാരണം ഭീകരവാദം ചൈനയുടെയും പ്രശ്നമാണ്. അവരുടെ ഉയ്ഗൂർ പ്രവിശ്യയിൽ സമാനമായ വിധത്തിലുള്ള ഭീകരവാദമുണ്ട്. അതുകൊണ്ട് ഭീകരവാദത്തിന് അരങ്ങൊരുക്കി കൊടുക്കാൻ ചൈനയെ സംബന്ധിച്ചും സാധിക്കില്ല. ഹഫീസ് അബ്ദുൽ മാലിക് എന്ന HVT ഹൈ വാല്യൂ ടാർജറ്റ് മുരീദ്കയിൽ നടന്ന ആക്രമണത്തിൽ ഇന്ത്യ അറ്റൈൻ ചെയ്തിരിക്കുന്നു. അദ്ദേഹം കൊല്ലപ്പെട്ടിരിക്കുന്നു. ഹഫീസ് അബ്ദുൽ മാലിക് കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ കാണേണ്ട കാര്യം. 70 പേർ കൊല്ലപ്പെട്ടു. ഒസാമ ബിൻ ലാദൻ പണം നൽകി നിർമ്മിച്ചത് എന്നടക്കമുള്ള വിവരങ്ങൾ കൂട്ടിച്ചേർക്കാൻ കഴിയുന്നു ഈ നിമിഷം. മർക്കസ് തൈബ്, ഇന്ത്യ തിരഞ്ഞെടുത്ത 9 ഭീകര കേന്ദ്രങ്ങളിലൊന്ന് മർക്കസ് തൈബ് ഒസാമ ബിൻ ലാദൻ പണം മുടക്കി നിർമ്മിച്ച കേന്ദ്രമാണ്. മുംബൈ ഭീകരാക്രമണത്തിന് പിന്നിലെ കസബിന് പരിശീലനം ലഭിച്ചത് ഇവിടെയാണ്. അജ്മൽ കസബിന് പരിശീലനം നൽകിയത് മർക്കസ് തൈബിലാണ്. ഒസാമ ബിൻ ലാദൻ പണം നൽകി നിർമ്മിച്ചതാണ് മർക്കസ് തൈബ്. അവിടെയാണ് നമ്മൾ തിരഞ്ഞെടുത്ത 9 ടാർഗറ്റുകളിൽ ഒളിവിൽ കഴിഞ്ഞിരുന്നത് പാകിസ്ഥാനിലായിരുന്നു, അബോട്ടാബാദിലായിരുന്നു. അവിടെ വെച്ചിട്ടാണ് അമേരിക്ക ഒസാമ ബിൻ ലാദനെ വധിച്ചത്. മർക്കസ് തൈബ ലഷ്കർ ഇ തൊയ്ബയുടെ കേന്ദ്രമാണ്, മുരീദ്കയിലാണുള്ളത്. മർക്കസ് തൈബയിൽ നടത്തിയ ആക്രമണത്തിലാണ് ഇപ്പോൾ ഒരു HVT മർക്കസ് തൈബയിൽ കൊല്ലപ്പെട്ടത് ഹഫീസ് അബ്ദുൽ മാലിക് ലഷ്കർ ഇ തൊയ്ബയുടെ കമാൻഡർമാരിൽ ഒരാളാണ്.